വാത്സല്യാമൃതവർഷിണീം സ്മധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീമതസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുദേവോ നമഃ. മഹാസരസ്വതീ നമഃ. ഓം ജഗദ്ഗുരു ജഗജീവനായ അമ്മയുടെ പാതാലവിന്ദങ്ങളിൽ അനന്തകൂടി സാഷ്ടാംഗ പ്രണാമങ്ങൾ. ശേഷം അച്ഛനമ്മമാർക്കും അധ്യാപകന്മാർക്കും നമ്മുടെ കൊച്ചു സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഗുരുപൂർണിമ വളരെ വിശേഷമായ ഒരു ദിവസമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഗുരു എന്ന് കേൾക്കുമ്പോൾ അത് ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും മാത്രമല്ല ഗുരു. ഗൃഹസ്ഥ ഭക്തന്മാർക്കും ഗുരു ആവശ്യമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ജനിച്ച നാളെ മുതൽ നമ്മൾ നടക്കാൻ തുടങ്ങി നമ്മുടെ അവസാന ദിവസം വരെ നമ്മൾക്ക് ഗുരുവിന്റെ ആവശ്യമാണ്. ഗുരുവാണ് നമ്മുടെ മാർഗദർശിയാണ് ഗുരു. ആ ഗുരുവിനോട് ഗൃഹസ്ഥ ഭക്തന്മാർക്കും ഗുരു അത്യാവശ്യമാണ്, സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും മാത്രമല്ല. ഇന്ന് ഗുരു പൂർണിമ ഈ ദിവസമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ജ്ഞാനം നൽകുന്നവൻ എന്ന അർത്ഥമാണ്. ഗുകാരസ്തു അന്ധകാരശ്ച ഗുകാസ്തം നിരോധകഃ അന്ധകാര നിരോധസ്വാച് ഗുരു ഇതി വിദ്യത്തെ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരൻ, രു എന്ന് പറഞ്ഞാൽ അത് നീക്കം ചെയ്യുന്നവൻ. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ നീക്കം ചെയ്യുന്നവൻ. എങ്ങനെ? നമ്മളിവിടെ ഇടയ്ക്ക് ദീപം കത്തിക്കുമ്പോൾ ആ ദീപമാണ് നമ്മുടെ ജ്ഞാനം. ഇവിടെ ആ വെളിച്ചം വന്നാൽ ഇരുട് ഇല്ലാതെയാകും. അതുപോലെയാണ് ഗുരു നമ്മുടെ അന്ധകാരം, നമ്മുടെ ഈ ഹൃദയത്തിലെ അന്ധകാരം ഇല്ലാതെയാക്കുന്നതാണ് ഗുരു എന്ന് പറയാം. നമ്മള് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കാണുന്ന ഗുരു എന്ന് പറയുന്നത് വെള്ള പൊടി, വെള്ള പൊടി, വെള്ള താടിയും പിന്നെ വലിയ ഭസ്മവും വലിയ രുദ്രാക്ഷമാലൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതാണ് ഗുരു. അതങ്ങനെയല്ല. നമ്മുടെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ആരും ഗുരു എന്ന് പറയില്ല. പക്ഷെ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ ഈ മനുഷ്യതലത്തിൽ നിന്ന് ദൈവതലത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ശക്തിയുള്ള നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സംസ്കാരത്തില് നമ്മുടെ ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ LKG മുതൽ നമ്മുടെ PhD വരെയുള്ള എല്ലാ അധ്യാപകന്മാരെയും നമ്മൾ ഗുരുവായിട്ട് കാണണം. അതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു പ്രധാനമായിട്ട് ഒരു പോയിന്റ്, ഈ ആൾ ദൈവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ആൾ ദൈവങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കാണ്. നമ്മുടെ അമ്മയോ അതിൽ രാമകൃഷ്ണ പരമഹംസനോ അല്ലെങ്കിൽ ഒരു നാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമികളോ ഇവരാരും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണ്. ആരും പറഞ്ഞില്ല. നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കാണ് ആൾ ദൈവം എന്നുള്ളത്. അപ്പൊ ആൾ ദൈവം എന്ന് പറയുമ്പോൾ അമ്മ ചെയ്യുന്നത്, അമ്മ പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനന്ത ശക്തിയുണ്ട് മക്കളെ. നമ്മൾ ഒരു 40 വോൾട്ട് ഉള്ള ഒരു ബൾബ് പോലെയാണ് നമ്മുടെ ഈ നമ്മുടെ മന്ത്രജപം. നമ്മുടെ ഈശ്വരനാമം ജപിക്കും. ഈശ്വരനാമത്തിന് അനന്ത ശക്തിയുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കാൻ അനന്ത ശക്തിയുണ്ട്. ആ മന്ത്രജപത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഉണർത്താൻ വേണ്ടിയാണ് ഗുരു എന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ദിവ്യശക്തിമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എല്ലാവരും ആൾ ദൈവങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ മറവ് ഉള്ളതുകൊണ്ട്, ഈ അജ്ഞാനം കൊണ്ട് മറവ്
ഇപ്രകാരം മേഘങ്ങൾ സൂര്യനെ മറച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള ഇതാണ് നമ്മുടെ സ്ഥിതി. ആ മേഘങ്ങൾ പോയി കഴിഞ്ഞാൽ സൂര്യൻ സ്വയം പ്രകാശത്തെ എന്ന് പറയുകയാണ്. സ്വയം പ്രകാശത്തെ ഹി ആത്മാ മേഘാപായേ അംശിമാൻ ഇവ. എപ്രകാരം ആ മേഘങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ സൂര്യൻ സ്വയം പ്രകാശിക്കും, അതുപോലെ നമ്മൾ അന്ധകാരത്തിലെ ഗുരു എന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ സ്വയം പ്രകാശിക്കും. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അമ്മയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ദർശനം മാത്രം കണ്ടാലും മതി. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ട്. ഒരു ആയുർവേദ ഡോക്ടർ മുഹമ്മദ് കാസിം എന്ന പേരായ ഒരു ആയുർവേദ ഡോക്ടർ മൈസൂർ വെച്ചിട്ട് അദ്ദേഹം വൈകുന്നേരം വന്ന് അമ്മയുടെ ദർശനത്തിരുന്നു. രാത്രി മുഴുവനും അദ്ദേഹം ഇരുന്ന് കണ്ടു. രാവിലെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയുന്നൊരു കാര്യമല്ല. ഈ വലത്തെ കൈ കൊണ്ട് തന്നെ അന്ന് 13,000 ഭക്തന്മാർക്ക് അമ്മ ദർശനം കൊടുത്തു. അമ്മയുടെ ജന്മദിന ദിവസത്തിന് അമ്മ 24,000 പേർക്ക് ദർശനം കൊടുത്തു. 27 മണിക്കൂർ തുടർച്ചയായി ഇരുന്ന് കൊണ്ട് അമ്മ ദർശനം കൊടുത്തു. അതാ ആയുർവേദ ഡോക്ടർ പറഞ്ഞു, ഐ എം എ ഡോക്ടർ. If a person goes on lifting the hand like this, the hand will fall from the socket എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഈ വലത്തെ കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കൈ വീണ് പോകും. ഞാനൊരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്, ഞാനല്ല, മുഹമ്മദ് കാസിം എന്ന് പറഞ്ഞ ആള്. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാം അറിയുന്ന അമ്മയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു സഹോദരിമാരിൽ ഒരു സഹോദരിയാണ് നീതി രവീന്ദ്രൻ. നിങ്ങൾ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. അവര് നമ്മുടെ ഇത് എന്താണ് ടി വിയിൽ അവർ ന്യൂസ് വായിക്കുന്ന ന്യൂസ് റീഡറായിരുന്നു നീതി രവീന്ദ്രൻ. അവർ ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ അമ്മയുടെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നീതി രവീന്ദ്രൻ എന്നെ കാണാൻ വരും. പക്ഷെ നീതി രവീന്ദ്രൻ്റെ ഭർത്താവ് രവീന്ദ്രൻ വരാറില്ല. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ നീതി എന്നെ കാണാൻ വരും. അതിൻ്റെ പേരുണ്ടായിരുന്നു ഫസ്റ്റ് ടി വിയുടെ അത് ആദ്യമുണ്ടായ ടി വിൻ്റെ ഫസ്റ്റ് ഉണ്ടായ ടി വി ദർശനം വരുന്നെങ്കിൽ ഫസ്റ്റ് ഉണ്ടായ ടി വിൻ്റെ ദർശനം ഉണ്ടായില്ല. ആദ്യത്തെ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ദൂർദർശനം ഇതാണ് ആദ്യത്തെ ടി വി. ദൂർദർശനത്തിലെ ന്യൂസ് റീഡർ ആയിരുന്നു നമ്മുടെ നീതി രവീന്ദ്രൻ്റെ സഹോദരി. ഗോപിമാമനുമായിട്ട് മോഹൻലാൽ 10 വയസ്സ് മുതൽ അമ്മയെ കാണാൻ വരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ചോദിച്ചാൽ പറയും അമ്മ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എനിക്ക് അമ്മയെ അറിയാം, അമ്മ ദിവ്യശക്തിയാണ് എന്ന് മോഹൻലാൽ പറയാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം ഈ ഗുരുപൂർണിമ, വ്യാസപൂർണിമ അല്ല ഗുരു പൂർണിമ എന്ന് പറയും. പൂർണിമ എന്ന് പറയുന്നത് പൂർണ്ണമായ ശക്തിയുള്ള, പൂർണ്ണമായ അറിവുള്ളത്, അതാണ് പൂർണിമ എന്ന് പറയാം. അപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ഈ ഫയർ വർക്ക്സ് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്ന് പൊട്ടുന്നത് കേൾക്കാം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ ഈ വളരെ കളർഫുള്ളായിട്ടുള്ള ഇതിങ്ങനെ ഫയർ വർക്ക്സ് മാത്രം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കും. പക്ഷെ അതിങ്ങനെ വന്ന് പൊട്ടി തീർന്നു. നിമിഷം മാത്രമല്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ആ ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രൻ, അതെപ്പോഴും അവിടെ ഉണ്ടാകും. അത് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ചന്ദ്രന്റെ രശ്മി കൊണ്ടാണ് നമ്മുടെ സസ്യങ്ങൾ പോഷിപ്പിക്കുന്നത്. സൂര്യനും ചന്ദ്രനുമാണ്. നമ്മൾ കഴിക്കുന്ന ചെടികളിലെ എല്ലാ സസ്യങ്ങളും, പ്ലാന്റ്സ്, ചെടികൾ എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നത് ഒന്ന് സൂര്യനും മറ്റൊന്ന് ചന്ദ്രനാണ്. ആ ചന്ദ്രൻ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഇങ്ങനെ പൊട്ടുന്ന മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ചന്ദ്രനെ മൈൻഡ് ചെയ്യുന്നില്ല.
പക്ഷെ ആ ചന്ദ്രനെ പോലെയാണ് സദ്ഗുരുവും. സദ്ഗുരു ഇത് നിശബ്ദമായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. പൂർണ്ണമായ ജ്ഞാനമുണ്ട്. ഇപ്പം ശിവൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കലയുണ്ട്. ആ ചന്ദ്രക്കല വെച്ചിരിക്കുന്നത് ശിവൻ്റെ തത്വം, ശിവൻ സൂചിപ്പിക്കുന്നത് ഈ ചന്ദ്രകല നമ്മളാണ്. നമ്മൾക്ക് പൂർണ്ണതയില്ല. നമ്മൾ മനുഷ്യന്മാരൊക്കെ നമ്മൾ അല്പജ്ഞാനമാണ്, നമ്മൾക്ക് അല്പശക്തിയാണ്. നേരെ മറിച്ച് അമ്മയെ പോലുള്ള മഹാത്മാക്കൾ പിന്നെ അനന്തശക്തി, അനന്തജ്ഞാനം. ഇതാണ് നമ്മളും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ ദർശനം കാണുമ്പോൾ, ദർശനം പോകുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒരു പ്രധാനമായിട്ട് പിന്നെ ഈ വ്യാസജയന്തി, വ്യാസഭഗവാൻ വ്യാസനെ നമ്മൾ പൂജിപ്പിക്കുന്നത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. വ്യാസഭഗവാൻ എന്തിനാണ് വ്യാസനെ ഇത് വിശ്വഗുരുവായിട്ട് പൂജിക്കുന്നത്? വ്യാസന്റെ ജയന്തിയാണ് നമ്മൾ ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? ഒരു ക്രിസ്ത്യനോട് ചോദിച്ചാൽ ക്രിസ്ത്യൻ പറയും ബൈബിൾ എന്ന് പറയും, ഇതാണ് നമ്മുടെ ഗ്രന്ഥം. ഒരു മുസ്ലിം സഹോദരൻ ചോദിച്ചാൽ ഖുറാൻ എന്ന് പറയും. നമ്മൾ ഹിന്ദുക്കളോട് ചോദിച്ചാൽ എന്താണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം? അറിയില്ല. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്, വേദശാസ്ത്രമാണ്. ആ വേദശാസ്ത്രങ്ങൾ നമ്മൾ ആയുഷ്കാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത അത്രയും വിശാലമായ, അത്രയും എണ്ണമറ്റ ഗ്രന്ഥങ്ങളുള്ളതാണ് ഈ വേദശാസ്ത്രം. അത് ഈ കലിയുഗത്തിലെ മനുഷ്യന്മാർക്ക് വേദങ്ങൾ മുഴുവൻ പഠിക്കാനുള്ള മേധാശക്തിയില്ല, ബുദ്ധിശക്തിയില്ല, ആയുസ്സില്ല. നമ്മുടെ ആയുസ് വളരെ കുറവാണ്. ആയുസ് കുറവാണ്, ബുദ്ധിശക്തി കുറവായതുകൊണ്ട് നമ്മുടെ വേദങ്ങൾ മുഴുവൻ പഠിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് വേദവ്യാസൻ ഈ വേദങ്ങളെ 4 ഭാഗമാക്കി. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം. അങ്ങനെ ആയിക്കൊണ്ട് പ്രധാനമായ 4 ശിഷ്യന്മാർക്ക് പൈല, വൈശംപായന, ജൈമിനി, സുമന്ത്ര, ഇങ്ങനെ 4 പ്രധാനമായ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഈ 4 വേദങ്ങൾ. അപ്പോൾ ആ 4 വേദങ്ങൾ വളരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ട് അതേ വേദങ്ങളിലെ ഉപദേശങ്ങൾ വ്യാസഭഗവാന്റെ ആ കാരുണ്യം നോക്കും. കഥാരൂപത്തിൽ അതാണ് 18 പുരാണങ്ങൾ. ആ 18 പുരാണങ്ങൾ ഭഗവാൻ വ്യാസനെ അതുകൊണ്ട് എഴുതിക്കൊണ്ട് രോമഹർഷണ എന്നുള്ള ആ ശിഷ്യന് പുരാണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത്രയും ഭഗവാൻ ചെയ്തു. പക്ഷെ നമുക്ക് വേദവ്യാസ ഭഗവാന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഭഗവത്ഗീതയാണ്. എന്ന് ഭഗവത്ഗീത ചാൻറ്റി കണ്ടോ? ഇന്ന് നമ്മുടെ ഭഗവത്ഗീത 700 ശ്ലോകമുള്ള 18 അധ്യായമുള്ള 700 ശ്ലോകങ്ങളുടെ ഭഗവത്ഗീത നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേദശാസ്ത്രം മുഴുവൻ പഠിച്ചത് തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ എനിക്കറിയാം, ഇവിടെ ഗീത ചാൻറ്റിങ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോഴത് ഭഗവത്ഗീത നമ്മൾ അച്ഛനമ്മമാരും കുറച്ച് പഠിക്കണം. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അമ്മയുടെ ദർശനം കാണുമ്പോൾ ഞങ്ങൾ സാധാരണ അടുത്തിരിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ആൾ ദൈവം എന്ന് പറഞ്ഞില്ലേ, ആൾ ദൈവം. എനിക്കിപ്പം നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മൾ വിദ്യാർത്ഥി ആണെങ്കിൽ, ഞാനും വിദ്യാർത്ഥിയായ സമയത്ത് എനിക്ക് ഒരു പിന്നണി ഗായകനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു പിന്നണി ജയശുദാസ് പാടുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാനെ എന്നെ ഒരു പിന്നണി ഗായകനാക്കണേ. ജയചന്ദ്രൻ അന്ന് പാടുമ്പോഴും ഭഗവാൻ എന്നെ പിന്നോട്ട്, മുഹമ്മദ് റഫി ഇവരൊക്കെ പാടുമ്പോൾ ഭഗവാനെ എന്നെ ഒരു പിന്നണി ഗായകനാക്കണേ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് പിന്നെ ഈ പാട്ട് പാടിയ പ്രൈസ് വാങ്ങാറുണ്ട്. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം, അമ്മയുടെ മന്ത്രം കിട്ടിയതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതാൻ സാധിച്ചു, ട്യൂൺ ചെയ്യാൻ സാധിച്ചു, അതിന് പാടാൻ സാധിച്ചു. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആദ്യകാലത്ത് തന്ന് ചില്ലങ്ക കെട്ടി ഓടി ഓടി വായോ
എൻ്റെ തമര കണ്ണാടിയാടി വായോ. ഇതാണ് ആദ്യകാലത്തുള്ള ഒരു വചനയാണിത്. മലയാളം അറിയാത്ത എനിക്ക് മലയാളം പഠിച്ചിട്ടില്ല സ്കൂളിൽ. ഇംഗ്ലീഷും ഹിന്ദിയാണ് പഠിച്ചത്. അത് എനിക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ ഇത് നമ്മൾക്കെല്ലാവർക്കും ഒന്നിക്കൽ നമുക്ക് ആരാധന പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിലർക്ക് എനിക്ക് പിന്നണി ഗായകനാകണം എന്നുള്ള ആഗ്രഹിച്ച പോലെ എൻ്റെ ആരാധന പുരുഷൻ ജേശുദാസും മുഹമ്മദ് റഫി ആയിരുന്നു. തുറന്ന് പറയാം, അന്നത്തെ എൻ്റെ ആരാധന പുരുഷന്മാർ രണ്ടുപേര്, ഒന്ന് ജേശുദാസും മുഹമ്മദ് റഫി ആയിരുന്നു. അതേ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവരുടെ ശബ്ദം ഇങ്ങനെ അനുസരിച്ചിട്ട് പാടക്കാറുണ്ടായിരുന്നു. പക്ഷെ അമ്മയടുത്ത് വന്ന ശേഷമാണ് എനിക്ക് പാട്ടുകൾ എഴുതാനും ട്യൂൺ ചെയ്യാനും എനിക്ക് സാധിച്ചത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ചിലർക്ക് ഒരു സിനിമാ താരമായി തീരണം, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരമായി തീരണം, ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും. ഇതൊക്കെ ശരി, നല്ലതാണത്. പക്ഷേ ഞങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ പഠിച്ചത്, ഞങ്ങൾ അമ്മയടുത്ത് ഇരിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ വിധത്തിലെ ആൾക്കാരും വന്നിട്ടുണ്ട്. ടോപ്പ് സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ബിസിനസ്മാൻ, കോടീശ്വരന്മാർ, ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആർക്കും സംതൃപ്തിയുള്ള ഒരൊറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയടുത്ത് വന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു തൃപ്തി കുറവുണ്ട്. അപ്പോൾ അമ്മയടുത്ത് ഗുരുവിനടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മയെ നമ്മൾ ആരാധന പുരുഷനായി നമ്മൾ കാണുന്നത്. ഗുരു എന്തിനാണ് ഈ അമ്മയെ ധ്യാനിക്കുന്നത്? അമ്മയിൽ പൂർണ്ണമായ ശാന്തിയും ആനന്ദമുണ്ട്. നമ്മൾക്കെല്ലാവർക്കും വേണ്ടത് ശാന്തിയും ആനന്ദമാണ്. അപ്പം ഈ രൂപത്തെ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മുടെ അമ്മ നമ്മൾ ആരാധന പുരുഷനായി കഴിഞ്ഞാൽ നമ്മൾക്ക് പൂർണ്ണമായ ശാന്തിയും ആനന്ദവും കിട്ടും. മറ്റൊരാൾ എല്ലാ നേട്ടങ്ങളും അതുകൊണ്ട് തെറ്റില്ല. എന്ത് നേട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ശക്തിയും ആനന്ദവും കിട്ടില്ല. അമ്മയടുത്ത് വന്ന് മുന്നോട്ട് അത് കിട്ടണം. അതിനാണ് നമ്മൾ വിദ്യാർത്ഥികൾ തീർച്ചയായും നമ്മൾക്ക് വിദ്യാഭ്യാസം നിങ്ങളെ സന്യാസിമാരാക്കി അമ്മമാരൊക്കെ ഒന്ന് പേടി വേണ്ടതോ. ഞങ്ങളിവിടെ നിങ്ങളുടെ മക്കളെ സന്യാസിയാക്കാൻ വന്നതല്ല. ഞങ്ങളുടെ ഉപദേശം, നിങ്ങൾ അമ്മയടുത്ത് മന്ത്രം വാങ്ങിയിട്ട് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആത്മബലം അവർക്ക് കിട്ടും. അപ്പം നമ്മൾ 10ാം ക്ലാസ് പാസ്സായി അമ്മയടുത്ത് പോയി കഴിഞ്ഞാൽ അമ്മ കോളേജ് പഠിക്കാൻ പറയും. ഇപ്പോൾ ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയടുത്ത് പോയാൽ അമ്മ ഞാൻ BSc പാസ്സായി എന്ന് പറഞ്ഞ് മക്കളെ ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കും. അപ്പോൾ MSc പഠിക്കാൻ പറയും. MSc പാസ്സായി കഴിഞ്ഞ് അമ്മയടുത്ത് വന്നാൽ അമ്മേ ഞാൻ MSc പാസ്സായി, പഠിക്കും മക്കളെ PhD പഠിക്കുമെന്ന് പറയും. അപ്പോൾ PhD വരെ പഠിക്കാൻ പറയുമോ? PhD പഠിച്ചു കഴിഞ്ഞാൽ PhD പഠിച്ചിട്ട് നമ്മുടെ ആശ്രമം ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സർവകലാശാല, അതായത് അമൃത വിശ്വവിദ്യാപീഠം എന്നാൽ നമ്മുടെ സർവകലാശാലയും മറ്റുള്ള സർവകലാശാലയും വ്യത്യാസം, നമ്മുടെ സർവകലാശാലയിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് ഇത്രയും വിദ്യ കിട്ടി, ഈ വിദ്യ കൊണ്ട് ഞാൻ എങ്ങനെ ലോകത്തെ സേവിക്കും എന്നുള്ള മനോഭാവം ഉണ്ടാകും. അല്ലാതെ ഈ വിദ്യ കൊണ്ട് എങ്ങനെ ഞാൻ എത്രയും പൈസ ഉണ്ടാക്കാം, അതാണ് വ്യത്യാസം. നമ്മുടെ PhD കഴിഞ്ഞിട്ട് പോയിട്ട് ഇനി ഞാൻ PhD ആയി, എനിക്ക് എങ്ങനെയാണ് നല്ല ജോലി വെട്ടി ഇത്ര പൈസ ഉണ്ടാക്കണ്ടേ? പൈസ ഉണ്ടാക്കാൻ തെറ്റൊന്നുമില്ല കേട്ടോ, പൈസ ഉണ്ടാക്കാൻ പാടില്ലെന്നല്ല. എത്ര പൈസ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണമായ ആനന്ദം കിട്ടില്ല. പൂർണ്ണമായ ആനന്ദം കിട്ടണമെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം വേണം. അപ്പോൾ നമ്മുടെ സർവകലാശാല നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായിരിക്കും? സേവന മനോഭാവത്തോടു കൂടി നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറങ്ങിപ്പോകുമ്പോൾ സർവീസ് മൈൻഡഡ് PhD, ഇതാണ് ഇറങ്ങിപ്പോകുമ്പോൾ സർവീസ് മൈൻഡഡ് PhD. ആ PhD കൂടെ ഒരു സർവീസ് മൈൻഡ് വരും. എല്ലാവരും സേവിക്കണം എന്നുള്ള ഇതാണ് നമ്മുടെ ഇതാണ്
ഞാൻ ഒരുപാട് പറഞ്ഞു, ക്ഷമിക്കണം. ഇനിയും വേറൊരു അവസരം ഒന്ന് പറയാൻ ശ്രമിക്കാൻ ഞാൻ എൻ്റെ ഈ വാക്കുകൾ അമ്മയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു. ഓം അംബരീഷ നമഃ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.